നിങ്ങൾ പറയണ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. 30 നമ്മൾ കംപ്ലീറ്റ്ലി ഈ വാഹനത്തിൽ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളിൽ കാണിക്കുന്ന മൈലേജ് ശരിയാണെന്ന് വിശ്വസിക്കേണ്ട. അപ്പോൾ നമ്മളിന്ന് ബലാനോയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. പല ആളുകൾക്കും നമുക്ക് ഓൺലൈനിൽ നമ്മൾ യൂട്യൂബിനകത്തൊക്കെ നമുക്ക് കാണാം 32, 35 അങ്ങനെയൊക്കെ കിട്ടുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. എനിക്കും പലപ്പോഴും 25, 26 അതിന് മേളിലേക്കൊക്കെ ചിലപ്പോൾ കാണിക്കാറുണ്ട്. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് എന്തായാലും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഏകദേശം ഒരു 180 കിലോമീറ്ററിന് മേളിൽ നമ്മൾ ഇന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട് വൺ സൈഡ്. അപ്പം ടോട്ടൽ ഓടി വരുമ്പോൾ നമുക്ക് എത്ര കിലോമീറ്റർ മൈലേജ് കിട്ടും എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് മുന്നായിട്ട് നമ്മളിപ്പം പമ്പിലേക്ക് കയറുകയാണ്. പമ്പിൽ നിന്ന് നമ്മൾ സീറോ ആക്കും. ട്രിപ്പ് ഇട്ടിട്ടാണ് നമ്മൾ പോകുന്നത്. മൈലേജും ആവറേജ് എല്ലാം നമ്മൾ സീറോ ആക്കിയിട്ട് നമ്മൾ പോകാൻ പോവാണ്. ഫുൾ ടാങ്ക് ഇപ്പം നമുക്ക് പമ്പിൽ നിന്ന് അടിക്കാം. എത്ര രൂപയാവും എന്നൊക്കെ നോക്കാം. ഫുള്ളായല്ലേ? കുറച്ചും കൂടെ അടിക്കുമോ? ഫുള്ളാവോ? കൊള്ളിച്ചോ? അത് മാക്സിമം കൊള്ളിച്ചോ? 3700 രൂപ പോയി. അപ്പം ടോട്ടൽ 3726 രൂപയുടെ പെട്രോൾ ആയിട്ടുണ്ട്. എയറും കൂടെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. കാരണം ഇനി എയർ കുറവായിട്ടും മൈലേജ് ഒന്നും പ്രശ്നമൊന്നും വരണ്ട. അപ്പോൾ അതുകൊണ്ട് എയറും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. മീറ്റർ നമ്മൾ ഫുള്ള് സീറോ ആക്കിയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ട്രിപ്പ് എയർ സീറോയിലാണ് ഇപ്പോൾ കിടക്കുന്നത്. പിന്നെ ഓക്കെ, ഇത് റേഞ്ച് കാണിക്കുന്നത് 502 കാണിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്ററാണ്. ടൈം നോക്കുക 3:49 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്ന ടൈമും എല്ലാം നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 75 കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 75-76 കിലോമീറ്ററോളമൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൈലേജ് കാണിക്കുന്നത് 23.7 കിലോമീറ്ററാണ്. ഒന്ന് കാണിച്ചേടാ. ഇത് കണ്ടോ, 23.7 കിലോമീറ്റർ മൈലേജ് കിലോമീറ്റർ മൈലേജ് നമുക്ക് കാണിക്കുന്നുണ്ട്. സമയം 6:30 ഞങ്ങൾ ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ നിർത്തി വരുന്നത് കൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് 2 മണിക്കൂർ 2-2.5 മണിക്കൂർ നമ്മൾ കഴിഞ്ഞു. 67-70 കിലോമീറ്റർ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എത്ര മൈലേജ് ഉണ്ടെന്ന് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിയിൽ 5 പേര് നമ്മൾ വണ്ടിയിൽ ഇരിപ്പുണ്ട്. അതേപോലെ പെട്രോൾ ഫുള്ളാണ്. വണ്ടിയിൽ കുറച്ച് സാധനങ്ങൾ, ലഗേജ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളുടെ ഡ്രസ്സ്, അതുപോലെ നമ്മളൊരു സ്ഥലത്തേക്ക് പോവുകയാണ്, അങ്ങോട്ടുള്ള ലഗേജ് കാര്യങ്ങളെല്ലാം ആയിട്ട് അതിൻ്റെ എല്ലാം വെയിറ്റ് വെച്ചിട്ട് നമുക്ക് കിട്ടുന്ന മൈലേജാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്നത്. റിയൽ മൈലേജ് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ നോക്കാം. ഇപ്പോൾ ഇതെങ്ങനെയാണ് മൈലേജ് കിട്ടുന്നത് വെച്ചാൽ, നമ്മൾ ചുമ്മാ കാല് കൊടുത്ത് അങ്ങോട്ട് ഓടിക്കുകയല്ല. നമ്മൾ ഫ്രണ്ടിൽ ഒരു ബ്ലോക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മുന്നേ തന്നെ നമ്മൾ അവിടെ ചെന്ന് ബ്രേക്ക് ചവിട്ടാൻ നിൽക്കാതെ നമ്മൾ കുറച്ച് ദൂരെ നിന്ന് തന്നെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കും. അപ്പോൾ വന്നിരിക്കുന്ന ആ ഒരു ഫ്ലോയിൽ വണ്ടി ഓടിപ്പോവും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴാണ് ഇത്രയും നമുക്ക് മൈലേജ് കാണിക്കുന്നത്. ഇപ്പം 5 പേര് ഇരിക്കുന്നതുകൊണ്ട് പിന്നെ കുറച്ച് കയറ്റവും കാര്യങ്ങളും ഒക്കെ വന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ ചിലപ്പം നമുക്കൊരു 25 വരെ എത്തിക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. നമുക്ക് നോക്കാം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വണ്ടി ഓടിക്കണം. പിന്നെ മാക്സിമം ബ്രേക്കിങ് നമ്മൾ ഒഴിവാക്കാൻ നോക്കണം. ഈ പറയുന്ന പോലെ ബ്ലോക്ക് കാണുമ്പോൾ, മെയിനായിട്ട് ബ്ലോക്ക് കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ അതേപോലെ ചെറിയ സ്ലോപ്പൊക്കെ അല്ലെങ്കിൽ ഇറക്കമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അവിടെ ഒരുപാട് ആക്സിലേറ്റർ കൊടുക്കാതെ ആ ഒരു രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് വേണം കൊണ്ടുവരാൻ. പിന്നെ RPM ഒരുപാട് റേസ് ആവാതെ വേണം നമ്മൾ ഗിയർ മാറാനായിട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ആ രീതിയിൽ ശ്രദ്ധിച്ചാൽ, പിന്നെ അതുപോലെ ഞാൻ ടയറിൻ്റെ പ്രഷർ ചെക്ക് ചെയ്തായിരുന്നു നമ്മൾ ഈ പറയുന്ന ട്രിപ്പ് ഇട്ട സമയത്ത് തന്നെ, ആ പമ്പിൽ നിന്ന് തന്നെ. അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ അത്രയും നോക്കിക്കൊണ്ട് നടക്കുമ്പോഴാണ് ഇത്രയും രീതിയിലൊരു മൈലേജ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇത് റിയൽ മൈലേജ് ആണോ എന്ന് നമുക്ക് കുറച്ച് കഴിയുമ്പോഴേ അറിയുള്ളൂ. നമുക്ക് ചെക്ക് ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഞങ്ങൾ പകുതി വഴിയായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നോക്കാം. നമ്മൾ 150 കിലോമീറ്ററോളം കവർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്പ്ലേയിൽ കാണിച്ചു തരാം. ഇടയ്ക്കൊരു കോഫിയൊക്കെ കുടിക്കാൻ വേണ്ടി ഒരു വഴിയിൽ ഞാൻ നിർത്തിയതാണ്. അപ്പം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇത് റേഞ്ച് കാണിക്കുന്നതാണ്. മുന്നേ എത്ര റേഞ്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. 149.9 കിലോമീറ്റർ ട്രിപ്പ് എയിൽ കാണിക്കുന്നുണ്ട്. ടോട്ടൽ കിലോമീറ്റർ ഇത്രയും കാണിക്കുന്നുണ്ട്. മുന്നത്തെ കിലോമീറ്റർ നിങ്ങൾ കണ്ടതാണല്ലോ. പിന്നെ ആവറേജ് മൈലേജ് നമുക്ക് നോക്കാം. 24.8 കിലോമീറ്റർ മൈലേജ് ഇപ്പോൾ കാണിക്കുന്നുണ്ട്.
ഇനി നമുക്ക് ഏതെങ്കിലും ഒരു പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് എത്ര ലിറ്റർ പെട്രോൾ ആകുന്നുണ്ട്, എന്നിട്ട് ടോട്ടൽ എത്ര മൈലേജ് കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഫുൾ ടാങ്ക് അടിക്കാൻ പറയുമ്പോൾ പമ്പിൽ നിന്ന ആൾക്ക് മിസ്റ്റേക്ക് പറ്റി 650 രൂപയുടെ പെട്രോളായിട്ട് പുള്ളി അടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോലെ നമുക്ക് ഫുൾ ടാങ്ക് ആക്കാൻ പറഞ്ഞ് വീണ്ടും ഫുള്ളാക്കാനായിട്ട് അടിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ 6.12 ലിറ്റർ നമുക്ക് കയറിയിട്ടുണ്ട്. ബാക്കി അടിച്ചോ. മതി കുഴപ്പമില്ല. ഒന്നറിഞ്ഞല്ലേ മതി വെളിയിൽ കളയണ്ട. നമ്മൾ ടോട്ടൽ ഓടിയിരിക്കുന്നത് 153 കിലോമീറ്ററാണ്. 153.4 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട്. ടോട്ടൽ ഇപ്പോൾ നമ്മൾ അടിച്ചിരിക്കുന്ന പെട്രോൾ 7.78, അവർ രണ്ടായിട്ടാണ് അടിച്ചിരിക്കുന്നത്. 6.12, 1.66. അപ്പോൾ അങ്ങനെ അടിച്ചിരിക്കുന്നത് ടോട്ടൽ 7.78 കിലോമീറ്റർ, 8 ലിറ്റർ അടിച്ചിട്ടുണ്ട്. 153 കിലോമീറ്റർ നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ 19.7 കിലോമീറ്ററാണ് നമുക്ക് ശരിക്കും കിട്ടിയിരിക്കുന്ന മൈലേജ്. പിന്നെ ഇതിനകത്ത് കാണിക്കുന്ന മൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24.5 ആണ് നമുക്കിപ്പം ആവറേജ് കിട്ടിയിരിക്കുന്ന മൈലേജ്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ടതുപോലെ 19.8 കിലോമീറ്ററൊക്കെയാണ് മൈലേജ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ നമുക്ക് MIDയിൽ കാണിക്കുന്നത് 24.8, ഏകദേശം 5 കിലോമീറ്ററിൻ്റെ അടുത്ത് ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഈ വാഹനത്തിൽ കാണിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വണ്ടികളിൽ കാണിക്കുന്ന മൈലേജ് ശരിയാണെന്ന് വിശ്വസിക്കേണ്ട. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടു, 32 കിലോമീറ്റർ മൈലേജ് എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കണ്ടു. നിങ്ങൾ പറയണ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടും. 32 കിലോമീറ്റർ മൈലേജാണ് കിട്ടിയത്. പ്രൂഫ് സഹിതം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് അത്രയും മൈലേജ് ബലനയ്ക്ക് ഭ്രാന്തായോ എനിക്കാണ് മനസ്സിലാകാതെ. ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി ഇത്രയും മൈലേജ് കിട്ടുമെന്ന്. അതായത് ഒരു പേട്. അപ്പം അതും ഈ ഒരു രീതിയിൽ ഒന്നുകിൽ ഇത് കറക്റ്റായിട്ട് കാണിക്കാത്തത്, അതല്ലെങ്കിൽ കമ്പനി മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതായിരിക്കാം, എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഒരു കമ്പനീനായിട്ട് കുറ്റം പറയല്ല. അപ്പോൾ ആ രീതിയിലാണ് നമുക്കിപ്പോൾ മൈലേജ് കാണിക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി ഞങ്ങൾ 1-2 പ്രാവശ്യം അല്ലാതെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ വണ്ടിയിലൊക്കെ ചെക്ക് ചെയ്തപ്പോഴും ഇതേപോലെ ചെറിയ ഡിഫറൻസ് ഒക്കെ കണ്ടായിരുന്നു. അന്ന് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തില്ല എന്നേ ഉള്ളൂ. ഇന്നിപ്പോൾ നമ്മൾ ചെയ്തപ്പോൾ ഇതാണ്. ഞാൻ ഇനി മറ്റൊരു വണ്ടിയിലും കൂടെ ചെയ്തിട്ട് നിങ്ങളോട് ഡീറ്റെയിൽ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. താങ്ക് യു.